ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്നലെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ, പാടം പൂത്ത കാലം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ പോയ രംഗമാണ് ഈ കാണുന്നത്. കണ്ടോ, ചന്ദനക്കുറിയൊക്കെ തൊട്ട് കെട്ടി ഒരുന്നള്ളി പോയതാന്നേ. വലിയ മെനയൊന്നുമില്ല, എന്നാലും ഒരാഗ്രഹം അങ്ങ് ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലം മുതലുള്ള ആഗ്രഹമായിരുന്നു മോഡലിങ് ചെയ്യണമെന്നും എയർ ഹോസ്റ്റസ് ആവണമെന്നൊക്കെ. ഇതൊന്നും സാധിച്ചില്ല. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഇത് ഇപ്പം ഇങ്ങനെ അങ്ങ് തീർക്കുക. അങ്ങനെ കരുതിയാൽ മതി കേട്ടോ കാണുന്നവരൊക്കെ. പിന്നെ ഇതാണ് എൻ്റെ മൂത്ത സന്താനം റയാമോൻ. അവനോടൊരു വീഡിയോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ മന്ദബുദ്ധികൾ കാണിക്കുന്നത് ഓരോ ഗോഷ്ഠികൾ. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ അടുത്തവൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഷെബാൻ അവൻ ഭയങ്കര വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് നടപ്പൊക്കെ. ഒരു ഉമ്മ ചോദിച്ചു കഴിഞ്ഞാൽ അന്യായ ഡിമാൻഡാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവൻ എനിക്ക് ഉമ്മയൊന്നും തരത്തില്ലേ, അവന് ഭയങ്കര നാണമൊക്കെയാണ്. കണ്ടോ ഇപ്പോൾ അവൻ കണ്ടോ കാണിക്കുന്നുണ്ടോണേ, ഉമ്മ തരും, അതിൻ്റെ കൂടെ തന്നെ ഒരൊറ്റ അടിയും കൂടെ തരും. ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയായിരുന്നത്. അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പം തന്നെ നമ്മുടെ റയാമോൻ്റെ ഫേസ് വളരെ നന്നായിട്ട് മാറിയത് കണ്ടോ. നോക്ക്, അവനെങ്ങനെയാണ്, എനിക്ക് സെബാൻ ഉമ്മ വന്ന അപ്പം അവൻ്റെ ഫേസ് മാറും. യുവമാർ തമ്മിൽ അന്യായ കോംപ്ലക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും. സ്നേഹക്കൂടുതൽ, അമ്മയോടുള്ള സ്നേഹം. ഞാനാണെങ്കിൽ അമ്മയുടെ വലിയ ഗോഷ്ഠിയൊന്നും കാണിക്കുന്നുമില്ല, അത് വേറെ കാര്യം. പിന്നെ ഇവന്മാർ തമ്മിൽ അടിയൊക്കെ ഉണ്ട്, എന്നാലും ഭയങ്കര സ്നേഹമാണ്. എന്നാൽ അവനെ മറ്റവനെ അടിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്നെ തല്ലിക്കൊല്ലും. അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. ഇവന്മാർ തമ്മിൽ അടിയാണ് താനും, അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ എൻ്റെ കണ്ടോ, ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങേറെ കാലിലെ ഷൂസിൻ്റെ ലേസ് വരെ കെട്ടിക്കൊടുക്കേണ്ട അവസ്ഥ എനിക്ക് വന്ന്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫ്രാൻസിസ് ചെയ്യുന്നത്. കണ്ടോ, അവന്മാരെ ഷൗട്ട് ചെയ്യണ രംഗം വന്നേ കാണുന്നത്. അങ്ങനെ പുതിയ വീഡിയോ വീണ്ടും